ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ പോത്തൻകോട്. ഒരു കാലത്ത് പറങ്കിമാവിൻകാടായിരുന്ന മണ്ഡപക്കുന്നും ഈ കുന്നിൻ പ്രദേശത്തെ അറിവിന്റെ കെടാവിളക്കായ വിദ്യാലയം 1964 തുടക്കം കുറിച്ചത് ശ്രീ കുഞ്ഞൻ മുതലാളി എന്ന കയർ വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഈ മഹാവിദ്യാലയത്തിന്റെ തുടക്കത്തിന് നിദാനമായത്. ലക്ഷ്മിവിലാസം എന്ന നാമധേയത്തിലുള്ള ഈ സരസ്വതി വിദ്യാലയം പരസഹസ്രം വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വിദ്യാനികേതനത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ അപ്പുസാർ ഈ വിദ്യാലയത്തെ വളർച്ചയുടെ നെറുകയിലെത്തിച്ചു. ലക്ഷ്മിവിലാസം ഹൈസ്കൂളിന്റെ സ്ഥാപക മാനേജർ ശ്രീ കുഞ്ഞൻ മുതലാളി അവർകളെയും ഏറ്റവും പ്രിയങ്കരനായ അപ്പുസാറിനെയും മൺമറഞ്ഞുപോയ മറ്റ് ഗുരുശ്രേഷ്ഠന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സമയം ഇവിടെ നിൽക്കുന്നത്. കാരണം മറ്റ് പല സ്കൂളുകളെ അപേക്ഷിച്ച് നമുക്ക് ഫുൾ A+ന്റെ എണ്ണം കൂടി. അടുത്തവണ്ണം നമുക്ക് നല്ല റിസൾട്ട് നേടിത്തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. വിദ്യാലയത്തിന്റെ മാനേജർ പ്രിയപ്പെട്ട രമ ടീച്ചർ ദീർഘകാലം സ്കൂളിലെ അധ്യാപികയായും പ്രഥമ അധ്യാപികയായും സേവനമനുഷ്ഠിക്കുകയും നിലവിൽ നമ്മുടെ സ്കൂളിന്റെ മാനേജരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീമതി രമ ടീച്ചർ സൗമ്യമായ പെരുമാറ്റം കൊണ്ടും മികച്ച നേതൃപാഠവും കൊണ്ടും സ്കൂളിന്റെ ഉയർച്ചയിൽ മുന്നിൽ നിൽക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Respected principal, my dear students, teachers, the school staff, media persons, everybody. I could not be present physically in person on the occasion of 61st annual day celebrations of Lakshmivilasam High School, Ravaram. പ്രഥമ അധ്യാപിക ശ്രീമതി അനീഷ് ജ്യോതി ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിത്വം. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തി ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തെ മികവിൽ നിന്നും മികവിലേക്ക് നയിക്കുന്ന നേതൃപാടവത്തിന്റെ മറുവാക്കായ പ്രിയപ്പെട്ട HM ശ്രീമതി അനീഷ് ജ്യോതി ടീച്ചർ. ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ശ്രീ രാജീവ് സർ. മികവിനെ കൂടുതൽ മികവിലെത്തിക്കാനും പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹാരം കാണാനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ ഒരു ചാലക ശക്തിയായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന അധ്യാപകേതര ജീവനക്കാർ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണയും സഹായവും വളരെ വലുതാണ്. SPC, JRC, ലിറ്റിൽ കൈറ്റ്സ്, NCC, നേവി, ആർമി എന്നീ സേനാ വിഭാഗങ്ങളിലായി 500ഓളം വിദ്യാർത്ഥികൾ അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. അച്ചടക്കം, സ്വഭാവ രൂപീകരണം, മികച്ച പഠനം തുടങ്ങി ഒരു വിദ്യാർത്ഥി ആർജിക്കേണ്ട എല്ലാ സ്വഭാവ സവിശേഷതകളും ഇത്തരം സേനാ വിഭാഗങ്ങളിലൂടെ കുട്ടികൾ ആർജിക്കുന്നു. കൂടാതെ SSLC പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്കുകൾ കരസ്ഥമാക്കുവാനും ഈ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു. 2018 നമ്മുടെ വിദ്യാലയത്തിൽ ആരംഭിച്ച ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബ് 8, 9, 10 ക്ലാസ്സുകളിൽ 40 വീതം കുട്ടികൾ അംഗങ്ങളായിട്ടുണ്ട്. അനിമേഷൻ, പ്രോഗ്രാമിംഗ് തുടങ്ങി വിവിധ നൂതന സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടുന്നതിന് ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. വിദ്യാലയത്തിന്റെ പഠനാന്തരീക്ഷത്തെ ഏറ്റവും സ്വാധീനിക്കുന്നത് ആ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രാപ്തമാക്കാൻ നമ്മുടെ വിദ്യാലയം എക്കാലത്തും ശ്രമിച്ചു വരുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, 10,000-ൽ പരം പുസ്തകങ്ങൾ അടങ്ങിയ വിശാലമായ ലൈബ്രറി, വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകൾ, നവീകരിച്ച ശാസ്ത്ര IT ലാബുകൾ, വിശാലമായ കളിസ്ഥലം, മൾട്ടിപർപ്പസ് ഫ്ലഡ് സ്റ്റേഡിയം, കേരളത്തിലെ സ്കൂളുകളിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സംവിധാനം, മണിക്കൂറിൽ 2000 ലിറ്റർ വെള്ളം വരെ പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കുന്നത്, കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി എല്ലാ റൂട്ടുകളിലേക്കും സ്കൂൾ ബസ് സൗകര്യം തുടങ്ങി ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നമ്മുടെ വിദ്യാലയം ഒരുക്കിവെക്കുന്നു. ടാൽറോപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻവെന്റേഴ്സ് പാർക്ക് കുട്ടികളിലെ ശാസ്ത്രപരമായ കഴിവുകളെയും താൽപര്യത്തെയും വളർത്തുന്നതിൽ മികച്ച പങ്ക് വഹിച്ചു വരുന്നു. ടാൽറോപ്പിന്റെ അഗ്രികൾച്ചർ ഇക്കോസിസ്റ്റം സ്റ്റാർട്ടപ്പായ അഗ്രിക്വസ്റ്റിൽ ടെക്നോളജിയെയും ഫാമിങ്ങിനെയും സമന്വയിപ്പിച്ച് പുതിയൊരു ലോകം വിദ്യാർത്ഥികൾക്കായി സൃഷ്ടിക്കുന്നു. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ഏറ്റവും മികച്ച വിജയം നേടുകയും ചെയ്ത 1ാമത്തെ വിദ്യാലയം എന്ന സ്ഥാനം നമ്മുടെ ലക്ഷ്മിവിലാസം ഹൈസ്കൂളിനുള്ളതാകുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 2ാം സ്ഥാനവും നമ്മുടെ വിദ്യാലയം നേടുന്നു.
എല്ലാ വർഷവും പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്നതിനുള്ള പ്രതിഭാ സംഗമം എന്ന പരിപാടി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കുന്നത് നിലവിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രചോദനം നൽകുന്ന ഒന്നാണ്. പാഠപുസ്തകത്തിലെ ഉള്ളറിവുകൾ കൂടാതോടൊപ്പം മികച്ച വിജയങ്ങളും കൈവരിക്കുന്നു. ഇക്കഴിഞ്ഞ സംസ്ഥാന ശാസ്ത്രമേളയിലും നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കി. അതോടൊപ്പം സംസ്ഥാന ശാസ്ത്രമേളയിൽ നമ്മുടെ വിദ്യാലയത്തിലെ ശാസ്ത്ര അധ്യാപകനായ ശ്രീ RS അശോക് കുമാർ സർ ടീച്ചിംഗ് എയ്ഡ് വിഭാഗത്തിൽ 2ാം സ്ഥാനവും IT വിഭാഗം ടീച്ചിംഗ് എയ്ഡിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപിക ശ്രീമതി പൂജ ടീച്ചർ മികച്ച വിജയം നേടുകയും ചെയ്തു. കൂടാതെ ജനുവരിയിൽ പോണ്ടിച്ചേരിയിൽ വെച്ച് നടന്ന സദേൺ ഇന്ത്യ സയൻസ് ഫെയറിലും ടീച്ചിംഗ് എയ്ഡ് വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിലെ ശാസ്ത്ര അധ്യാപകനായ ശ്രീ RS അശോക് കുമാർ സാറിന് കഴിഞ്ഞു. മലയാള ഭാഷ കൂടുതൽ മാധുര്യമുള്ളതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ഇംഗ്ലീഷ് ഭാഷ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിചിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇംഗ്ലീഷ് ക്ലബ്ബും രാഷ്ട്രഭാഷ കൂടുതൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദി ക്ലബ്ബും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ഓർമ്മകൾ അടയാളപ്പെടുത്തുന്ന ഓഗസ്റ്റ് 15-ൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ അകമ്പടിയോടെ അധ്യാപക അനധ്യാപക PTA അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സ്ഥാപന മേധാവി പതാക ഉയർത്തൽ നടത്തുന്നു. ഭാരത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്വിസ് മത്സരം, വിവിധ രചനാ മത്സരങ്ങൾ, സ്വാതന്ത്ര്യദിന സന്ദേശ റാലി എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യത്തിൽ അടിയുറച്ച് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ലക്ഷ്മി വിലാസം ഹൈസ്കൂൾ സമുചിതമായി തന്നെ നാം ആഘോഷിക്കാറുണ്ട്. ദേശീയ ഉത്സവമായ ഓണം എല്ലാ വർഷവും സമുചിതമായി തന്നെ നാം ആഘോഷിക്കാറുണ്ട്. ഒത്തൊരുമയുടെ സംഘാരവം മുഴക്കിക്കൊണ്ട് കടന്നെത്തുന്ന ഓണം പൂക്കളമിട്ടും മൺമറഞ്ഞു പോയ നാടൻ കളികൾ സംഘടിപ്പിച്ചും പായസ സദ്യ കഴിച്ചും നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുന്നു. നിറഭേദങ്ങളും രുചിഭേദങ്ങളും പുത്തനുടുപ്പുകളും അവധിക്കാലങ്ങളും നൽകുന്ന സന്തോഷത്തിന്റെ മറുവാക്കായി LVHSന്റെ ഓണാഘോഷ പരിപാടികൾ മാറാറുണ്ട്. പഠനത്തിന്റെ പിരിമുറുക്കത്തിൽ നിന്നു മാറി വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള വിനോദയാത്രകൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. യാത്രയുടെ വശ്യമായ അനുഭവങ്ങളും കാഴ്ചയുടെ വൈവിധ്യങ്ങളും അറിയാത്ത രുചിഭേദങ്ങൾ അറിയാനും ആസ്വദിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന വിനോദയാത്രകൾ ഒരു വിദ്യാർത്ഥിയുടെ അനുഭവ തലങ്ങളെ തൊട്ടുനിർത്തുന്നവയാണ്. കലോത്സവ വേദികളിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാകാൻ ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. തുടർച്ചയായി കലോത്സവം, സംസ്കൃതോത്സവം തുടങ്ങിയവയിൽ സബ് ജില്ലാതല ഓവറാൾ നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി വരുന്നു. വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മികച്ച കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഖേലോ ഇന്ത്യയിൽ ജൂനിയർ ഖോഖോ വിഭാഗത്തിൽ ഫാത്തിമ മിന്നൂർ എന്ന വിദ്യാർത്ഥിക്കും നാഷണൽ നീന്തൽ മത്സരത്തിൽ വിഘ്നേഷ് കൃഷ്ണ എന്ന വിദ്യാർത്ഥിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞത് അഭിമാന നേട്ടമാണ്. ലക്ഷ്മി വിലാസം ഹൈസ്കൂളിന്റെ മുൻ മാനേജരും ഹെഡ്മാസ്റ്ററുമായിരുന്ന അപ്പുസാർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി 9 വർഷമായി സബ് ജില്ലാതല ക്യൂസ് പ്രോഗ്രാമും ക്യാഷ് അവാർഡ് വിതരണവും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. സ്നേഹത്തണൽ നമ്മുടെ വിദ്യാലയത്തിലെ സ്നേഹത്തണൽ സൗഹൃദ കാരുണ്യ കൂട്ടായ്മയുടെ ഭാഗമായി 2022 നവംബർ 1 വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ആരംഭിച്ച RCCയിലേക്കുള്ള പൊതിച്ചോർ വിതരണം മാതൃകാപരമാണ്. ഈ വർഷം ബുധനാഴ്ചകളിലായി നമ്മുടെ വിദ്യാലയത്തിന് 1688 പൊതിച്ചോറുകൾ RCCയിൽ എത്തിക്കാൻ സാധിച്ചു. 3 വർഷങ്ങളിലായി ഇതുവരെ 8343 ചോറുപൊതികൾ RCCയിൽ എത്തിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു. സ്നേഹത്തണലിന്റെ ഭാഗമായി 6 വർഷം മുൻപ് ആരംഭിച്ച സഹപാഠിക്കൊരു കൈത്താങ്ങ് വീട്ടിലേക്കൊരു കുഞ്ഞാട് പദ്ധതിയിലൂടെ 2025 ഡിസംബർ വരെ 59 കുടുംബങ്ങൾക്ക് ആട്ടിൻകുട്ടികളെ വിതരണം ചെയ്യാനായത് സാഭിമാനം ഇവിടെ ഓർക്കുന്നു. കരുതലിന്റെ നല്ല പാഠങ്ങൾ പകർന്നുകൊണ്ട് നാടിനോടൊപ്പം നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും പങ്കാളികളായി. ആരവ് ശങ്കർ എന്ന കൊച്ചുമിടുക്കന്റെ ചികിത്സാ സഹായത്തിനായി നമ്മുടെ വിദ്യാലയം ഒന്നടങ്കം ഫുഡ് ഫെസ്റ്റിവൽ നടത്തി ധനസമാഹരണത്തിനുള്ള മാർഗം കണ്ടെത്തി. സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു ജീവനെ ചേർത്ത് പിടിക്കാൻ വീടുകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കി വന്ന കുട്ടികളും രക്ഷിതാക്കളും അത് കച്ചവടം ചെയ്തതിലൂടെ ലഭിച്ച 2,70,170 രൂപ ആരവ് ശങ്കറിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നൽകി. പരിസ്ഥിതി ക്ലബ്ബ്
വിദ്യാർത്ഥികളിലെ അധിക ഊർജത്തെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് സമ്പാദ്യശീലവും സ്വയം പര്യാപ്തതയും വളർത്തി അവരെ നല്ല പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളെ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കൃഷി വിളകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായി തിരിച്ച് കൃഷി ചെയ്യിപ്പിച്ച് അതുവഴി കിട്ടുന്ന വരുമാനം അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു വരുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ V പ്രസാദ് എന്നിവർ പങ്കെടുത്ത് സ്കൂളിൽ നടന്ന കുട്ടി കർഷക സംഗമവും പച്ചക്കറി ചന്തയും ജനശ്രദ്ധ പിടിച്ചുപറ്റി. പ്രസ്തുത പരിപാടിയിൽ വെച്ച് നമ്മുടെ വിദ്യാലയത്തെ ഫാം സ്കൂളായി കൃഷിമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഓർക്കിഡ് കൃഷി, തേനീച്ച കൃഷി, കൂൺ കൃഷി, പച്ചക്കറി കൃഷി തുടങ്ങിയവയ്ക്ക് പരിശീലനം നൽകി വരുന്നു. കൃഷിയിലെ വിവിധ പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക വീഡിയോഗ്രഫി മത്സരത്തിന്റെ 2 സീസണുകൾ വളരെ വിജയകരമായി പിന്നിട്ടു. പരിസ്ഥിതി കാർഷിക ദിനങ്ങൾ മാതൃകാപരമായി വിദ്യാലയത്തിൽ ആചരിച്ചു വരുന്നു. ഇത്തവണ അണ്ടൂർക്കോണം, മംഗലപുരം പഞ്ചായത്തുകളിലെ മികച്ച കുട്ടി കർഷകരെ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. മികച്ച കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയ വിദ്യാലയമായി ലക്ഷ്മിവിലാസം ഹൈസ്കൂളിനെയും അധ്യാപകനായി നമ്മുടെ വിദ്യാലയത്തിലെ ശ്രീ രാഹുൽ സാറിനെയും തെരഞ്ഞെടുത്തതിൽ അഭിമാനിക്കുന്നു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ JRC, NCC, നേവി, സേനാ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. മലയാള സാഹിത്യത്തിന്റെ മഹാമനീഷിയായിരുന്നു പ്രിയപ്പെട്ട നിളയുടെ കഥാകാരൻ. MT എന്ന 2 അക്ഷരം കൊണ്ട് മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട വാസുദേവൻ നായർ. ദേഹവിയോഗം കൊണ്ട് മലയാള സാഹിത്യത്തെ കണ്ണീരിലാഴ്ത്തിയ MTയുടെ അനുസ്മരണം നമ്മുടെ വിദ്യാലയത്തിലെ മലയാളം ഭാഷാ ക്ലബ്ബ്, PTA, സ്കൂൾ ലൈബ്രറി എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. സമീപ പ്രദേശങ്ങളിലെ എല്ലാ ലൈബ്രറികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ അനുസ്മരണ സമ്മേളനം വേറിട്ടതും മഹാനായ എഴുത്തുകാരന്റെ സ്മരണകൾക്ക് മുന്നിൽ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നതുമാക്കാൻ കഴിഞ്ഞതിൽ ലക്ഷ്മിവിലാസം ഹൈസ്കൂളിന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഭാവി പരിപാടികൾ 2025 സ്കൂൾ ഒരു ട്രാൻസ്ഫോമിങ്ങിൽ, ഒരു മേക്ക് ഓവറിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്കൂളിന്റെ പ്രധാന വഴി തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഗതാഗത സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ കുട്ടികളുടെ ദിവസവുമുള്ള അറ്റൻഡൻസ് പരിശോധിച്ച് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുകയാണ്. ഫാം സ്കൂളിന്റെ നിരവധി പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കാർഷികപരമായ പാഠങ്ങളും അനുഭവങ്ങളും പരിചയപ്പെടാനുള്ള ഒരു വലിയ അവസരം ഒരുക്കി. കുട്ടികളുടെ വ്യാവസായികപരമായ കഴിവ്, അവരുടെ ടെക്നിക്കലായിട്ടുള്ള കഴിവ് പരിപോഷിപ്പിക്കുന്നതിനുള്ള ഇൻഡസ്ട്രിയൽ സ്കൂൾ എന്ന ഒരു വലിയ പ്രൊജക്ട് നമ്മുടെ മുകളിലത്തെ സെക്ഷനിൽ ഒരുക്കി. കുട്ടികളുടെ സർവതോന്മുഖമായ വ്യക്തി വികസനത്തിനും കഴിവ് പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ബൃഹത്തായ പദ്ധതികൾ ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ നിങ്ങളുടെ മുമ്പിൽ 2025 ഏറ്റവും മോഹ പദ്ധതികൾ അവതരിപ്പിക്കുക.